ചെറിയ മുനമ്പം വിഷയം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പക്ഷേ ഇതിൽ മുനമ്പത്തെ ഭൂമി നഷ്ടമാകുന്ന അല്ലെങ്കിൽ കിടക്കാട് നഷ്ടമാകുന്നവരുടെ വേദന ഒരു ഭാഗത്ത്, ഈ വഖഫ് ട്രൈബ്യൂണൽ എന്തായാലും അത് വിട്ടുകൊടുക്കില്ല, വഖഫ് ഭൂമിയാണെന്ന് തന്നെ ആരോപിച്ചുകൊണ്ട് രംഗത്തുണ്ട്. അത് കോടതി കയറിയ വിഷയമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മുനമ്പത്ത് ചില ദുരൂഹതകൾ ആരോപിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ BJP അങ്ങനെ ചില വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ടല്ലോ, അതിന്റെയൊക്കെ വാസ്തവം എന്താ? ഇപ്പൊ ഇന്നലെ MD രമേശും അല്ലെങ്കിൽ ഷോൺ ജോർജും ഒക്കെ അവിടുത്തെ ആൾക്കാരുടെ അഭ്യർത്ഥന പ്രകാരമാണ് അത്തരത്തിലൊരു വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം മുനമ്പത്തെ ഭൂമിയിൽ വഖഫ് ബോർഡിന് പുറമെ മുനമ്പം സംരക്ഷണ സമിതി അല്ലെങ്കിൽ മുനമ്പം സംരക്ഷണ വേദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കടലാസ് സംഘടനകൾ ഈ മുനമ്പത്തെ വിഷയത്തിൽ ഇടപെടുന്നു. അപ്പൊ ആ സംഘടനകൾ ഈ കോടാനുകോടി രൂപ മുടക്കിയാണ് അതിന്റെ പുറകിൽ നിൽക്കുന്നത്. കോടതിയിലായാലും ശരി, ഏത് മേഖലയിലായാലും ശരി. സജീവമായിട്ട് വരെ ഈ പറയുന്നത് പോലെ നേരത്തെ അവിടെ ഇരുന്നൊരു ഈ വിഷയം വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കളക്ടർ, അതായത് അദ്ദേഹം മുസ്ലിം ആയിരുന്നു, 6 മാസം അദ്ദേഹം ഇരുന്നുള്ളൂ, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. അതുപോലെ ചില താലൂക്ക് ഓഫീസുകൾ, ചില ഓഫീസർമാർ. അപ്പൊ ഈ മുനമ്പം വിഷയം വരുമ്പോൾ അതിന്റെ സ്പീഡ് വളരെ കൂടുതലാവുന്നു. കാരണം ഇതിനകത്ത് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് നീതി ലഭിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഓട്ടം, അല്ലെങ്കിൽ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ, ചില ആൾക്കാരുടെ ധൃതി, കോടതിയിൽ പോകുന്നതിന് അല്ലെ ഇതിനു വേണ്ടി നിൽക്കുന്ന സംഘടനകൾ, അത് ഞാൻ പറഞ്ഞതുപോലെ വഖഫ് സംരക്ഷണ സമിതി, വഖഫ് അല്ലെങ്കിൽ സംരക്ഷണ വേദി എന്നൊക്കെ പറയാം. യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിൽ നിൽക്കേണ്ടത് ആധികാരികമായിട്ട് അതിന് അധികാരമുള്ളത് ഈ വഖഫ് ബോർഡിനാണ്. കാരണം അവർ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. അപ്പം അതിനകത്ത് ഈ തർക്കം നിൽക്കുന്നു, ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ട തർക്കം നിൽക്കുന്നു, ആ പ്രദേശവാസികൾ കോടതിയിൽ പോകുന്നു, അല്ലെങ്കിൽ ട്രൈബ്യൂണലിൽ പോകുന്നു, അവരുടെ ഭൂമി വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുന്നു. അപ്പൊ അതിന്റെ പുറത്തുനിന്ന് വരുന്ന ചില ഈ പറയുന്ന കടലാസ് സംഘടന, അപ്പൊ അതിന്റെ ഫണ്ട് എവിടുന്നാണ്? അങ്ങനെ 1-2-3 വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇതിനകത്ത് ഈ സംഘടനകൾ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ ഫണ്ട് എവിടുന്നാണ്? ഈ അല്ലെങ്കിൽ അതിനകത്ത് ദുരൂഹത, അവരുടെ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞതിന്റെ NIA അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനയും പരാതി കൊടുത്തു പോകുന്ന ഒരവസ്ഥ. അത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ രമേശൻ ഏറ്റെടുക്കുന്നു. അതിനകത്ത് ഷോൺ ജോർജ് കൂടുതൽ താല്പര്യമെടുക്കുന്നു, അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിന് വേണ്ടി നിൽക്കുന്നു. അപ്പം ഈ മുനമ്പം വിഷയം എന്നും ഒരു ദുരൂഹമായ വിഷയമാണ്. കാരണം മുനമ്പത്തുകാര് ഈ സമരം ചെയ്യുന്നതിന് ആദ്യം ആരോപിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ ഈ തീരദേശത്ത് അനധികൃതമായിട്ട് കപ്പലുകൾ വന്നു ചേരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു, അതിനെ എതിർത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരവസ്ഥ ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു വാർത്ത ഓർമ്മയുണ്ട്. പണ്ട് ഒരു 5 കൊല്ലം മുമ്പ് അവിടെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു കപ്പൽ വരികയും ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള കപ്പലാണെന്നുള്ള ആരോപണം വരെ വന്നിട്ടുണ്ടായിരുന്നു. ആ കപ്പൽ പക്ഷെ നമ്മുടെ ഗവൺമെന്റ് സംവിധാനം പിടിച്ചെടുത്തു, അതിനകത്തുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. അന്നത്തെ മനോരമയിൽ ആ വാർത്തയൊക്കെ വന്നിട്ടുള്ള, തെരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും മനോവാർത്ത. പക്ഷെ പിറ്റേ ദിവസം ഈ കപ്പലിനകത്തുനിന്ന് വന്ന ആൾക്കാരും ഒന്നും ആവിയായി പോകുന്ന ഒരവസ്ഥ. കാരണം അതിനകത്ത് പിന്നെ ഒന്നുമില്ല. മനസ്സിലാവും. അപ്പം ഈ തീരദേശമായതുകൊണ്ട് ചില ആൾക്കാർക്ക് തീരദേശത്തിന്റെ ഗുണം അറിയാമല്ലോ. തീരദേശത്ത് കൂടെ കടത്തുകൾ അല്ലെങ്കിൽ വേറെ ഒരു പ്രദേശത്തു നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറുന്നതിന്, വിധ്വംസ പ്രവർത്തനം നടത്തുന്നതിന് ഒക്കെ യോഗ്യമായ സ്ഥലമാണ് തീരദേശം. പണ്ട് തീരദേശങ്ങൾ വളരെ കൂടുതലായിട്ട് മേടിച്ചു കൂട്ടുന്നു, ഓർമ്മയുണ്ടാവും. 2014 മുമ്പ് മേടിച്ചു കൂട്ടുന്നു. അതിന്റെ ഉടമയെ കടലോരങ്ങൾ, കായലോരങ്ങൾ, ഇങ്ങനെ എത്ര രൂപയാണേലും കൂടെ. പക്ഷെ അതിന്റെ ഉടമയെ തിരക്കുമ്പോൾ കാണാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അതാരാണെന്ന് പിന്നെ അതിനകത്ത് അതൊരു, കാരണം ആൾക്കാർ കൊടുക്കുകയും ചെയ്യും. കാരണം അവർക്ക് ഈ മണൽ തിട്ട കൊണ്ടോ അല്ലെങ്കിൽ തീരദേശത്ത് ഇപ്പൊ കായലിന്റെ അവിടെ കുറെ ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളായിരിക്കും. അപ്പൊ അത് വലിയ വിലയ്ക്ക്, ചോദിക്കുന്ന വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോകുന്നത്. അത് പല കരുനാഗപ്പള്ളി പ്രദേശത്തുണ്ടായിരുന്നു, പിന്നെ കൊല്ലത്തെ പല എടുത്ത് അങ്ങനെ റിപ്പോർട്ട് വന്നു, ആലപ്പുഴയിൽ വന്നു. അപ്പൊ ഇവിടെ ആ രീതിയിലുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഈ വഖഫിനകത്ത് വഖഫ് ഭൂമി അധിനിവേശം എന്ന് പറഞ്ഞ് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വന്നായിരുന്നു. അതുകൊണ്ടൊക്കെ അതിനകത്ത് പെട്ടെന്നൊരു തീരുമാനം ഇപ്പൊ മാറ്റം വരുത്തി എടുത്തത്. കാരണം 2047 ഇന്ത്യ മഹാരാജ്യം പിടിക്കുന്നതിന് പല രീതിയിലുള്ള നീക്കം ഉണ്ടായിരുന്നു. അതിന് ഭൂമി പിടിച്ചെടുക്ക് പോകുന്നത് ആരും ശ്രദ്ധിക്കാത്ത അവസ്ഥ. ഇവിടെ കരുതിക്കുന്ന ഭൂമി ഇപ്പൊ എത്ര വലിപ്പത്തിലുണ്ട്? ഒരു 10 ലക്ഷം ഏക്കറോളം ഉണ്ട്. അപ്പം ഇതിനകത്ത് അനധികൃതമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ബംഗ്ലാദേശ് മുസ്ലിങ്ങളെയും, അതായത് അവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അജണ്ടയ്ക്ക് വേണ്ടി, അവരെ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ചുമ്മാതെ കിടക്കുന്ന ഭൂമിയിൽ വേണ്ടി വന്നാൽ ഓരോ സംസ്ഥാനത്തും പാർപ്പിച്ച് ഇന്ത്യയിലെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ ആവശ്യം വരുമ്പോൾ ഇവരെ ഉപയോഗിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഗാസ കോളനികളിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ പറയുന്നത് പോലെ വഖഫ് ഭൂമി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് വരെ ഈ കേന്ദ്ര ഗവൺമെന്റ് കിട്ടിയതിന്റെ
ഫലമായിട്ടാണ് വഖഫ് ഭേദഗതി നിയമം വളരെ കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നതിന് സാധിച്ചു. ഇതിനകത്ത് ഈ ഭൂമിക്കകത്ത് ഇവർ 5 കൊല്ലം മുമ്പ് ഭൂമിക്ക് വേണ്ടി പറയുമ്പോൾ, 5 കൊല്ലം മുമ്പ് അതിന് തയ്യാറാവുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ ഈ ഭൂമിക്കകത്ത് ഇതുപോലെ പുറയിൽ നിൽക്കുന്ന ആര്, എന്തിന്? അപ്പൊ തന്നെ ഇതിനകത്ത് ഈ പറയുന്ന ഒരു ദുരൂഹത നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഈ വഖഫ് ഭൂമിയുടെ പുറകിലെല്ലാം ഒരു അള്ളാഹുവിന്റെ നാമത്തിൽ അതിനൊരു അജണ്ട വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ. മാത്രമല്ല ഈ സമരത്തിനകത്ത് നമ്മൾ നേരത്തെ പല ചർച്ചയിലകത്ത് കൊണ്ടുവന്ന ഈ സഭയ്ക്ക് ഇതിനകത്ത് ഒരു ഇടപെടലില്ല. ഈ പാവത്തങ്ങൾ അവിടെ കിടന്ന് സമരം ചെയ്യുന്നു, ഒരു പിന്തുണയില്ല. വാരാപ്പുഴ സഭ ഇതാരും പിന്തുണയില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഏറ്റെടുത്ത് ലൈം ലൈറ്റിൽ കൊണ്ടുവന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ പുറകിൽ നിൽക്കുകയും ചർച്ചയാവുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ UDF-ഉം LDF-ഉം ഇതിന്റെ പുറകില്ലാത്ത സമയത്ത് ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും കേരളത്തിലുടനീളം ചർച്ചയാവുകയും ചെയ്തപ്പോൾ സഭാ മേലധ്യക്ഷന്മാർ വളരെ കൃത്യമായിട്ട് ഇതിനകത്തുനിന്ന് മാറി. നിങ്ങൾക്ക് ആൾക്കാർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ വീണ്ടും വാർത്തയിൽ വന്നു വാരാപ്പുഴ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പലയിടത്തും വന്നപ്പോഴാണ് അല്ലെങ്കിൽ ഇവർക്ക് പിന്തുണ വേണം. അവര് തന്നെ ആക്ഷേപം ഉന്നയിച്ചു. സമരം ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളുടെ കൂടെ സഭയില്ല, ഞങ്ങളുടെ കൂടെ സഭാ മേലധ്യക്ഷന്മാരില്ല. ഈ സഭാ മേലധ്യക്ഷന്മാരെ കുഞ്ഞാടുകളെ സംരക്ഷിക്കാനല്ല പലയിടത്തും നിൽക്കുന്നത്. കാരണം ഇതുപോലെ ഒരു ഹൈബീഡിനെയും അല്ലെങ്കിൽ വേറെ ചില ആൾക്കാരെയൊക്കെ സംരക്ഷിക്കണം. കൊച്ചമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ അല്ലെങ്കിൽ അപ്പച്ചന്റെ ഒക്കെ മക്കളായിട്ട് വരും ഈ സഭാ മേലധ്യക്ഷന്മാരുടെ വരുന്നവർ. അപ്പൊ മാത്രമല്ല ഇവർക്കൊക്കെ വേറെ ചില ബന്ധങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നതിനകത്ത് ഒരു അച്ഛന്റെ ബന്ധമൊക്കെ പറ്റി പറഞ്ഞല്ലോ, പാലക്കാടനോ ചേലക്കാടനോ അങ്ങനെ ഒരാൾ. അപ്പൊ ഇത്തരത്തിൽ പല അജണ്ടകളുണ്ട്. നമ്മൾ പല വേഷത്തിലാണല്ലോ തേലക്കാടൻ പല വേഷത്തിലാണല്ലോ. അത് അച്ഛന്റെ വേഷത്തില്, സ്വാമിയുടെ വേഷത്തില്, മുക്രിയുടെ വേഷത്തില്, എല്ലാ വേഷത്തിലും ഈ രാജ്യത്തിനകത്ത് വിധ്വംസ പ്രവർത്തനം നടത്താൻ വരുന്നവർ ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പം ഈ പറയുന്ന വഖഫ് നിയമ ഭേദഗതി അത് ഒരു വലിയ സമരമാണല്ലോ കേരളത്തിൽ. ആ സമരത്തിനകത്ത് ആ സമരത്തിന്റെ കൂടെ നിൽക്കുന്നവനെ സഹായിക്കുന്നത് ഇന്ന ആളാവുമ്പോൾ അവൻ നാളെ കാലത്തെ BJP ആവുമെന്നും പറഞ്ഞ് ആശങ്കപ്പെടുന്നതിനകത്ത് ഈ പറയുന്ന പള്ളിയിലച്ചന്മാരുണ്ടെങ്കിൽ അവരെന്തോ പള്ളിയിലച്ചന്മാര്, അവരെന്തോ സഭയുടെ ആൾക്കാരാ, അവരെന്തോ കുഞ്ഞാടുകൾ ആൾക്കാരാ. അപ്പൊ അവർക്കും ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ അജണ്ടയില്ല. അപ്പം ഗാസ കോളനികൾ ഇതുപോലെ ഇതിനകത്ത് വേറെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ശ്രമിച്ച് ഇതിനകത്ത് വെളിയിൽ ഒരു ചർച്ച നടത്താമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞില്ല ഈ വസ്തുവായിട്ട് ബന്ധപ്പെട്ട്. എന്നിട്ട് ഒരു 400 ഏക്കർ വേറെ കൊടുക്കാൻ വേണ്ടി അവിടുത്തെ MLA-യും ഈ MP-യും അല്ലെങ്കിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും മുസ്ലിം ലീഗും ഒക്കെ എല്ലാവരുടെ കൂടി വെളിയിൽ തീരുമാനിക്കുക. തീരുമാനത്തിനകത്ത് യാതൊരു കഴമ്പുമില്ല. അത് വഖഫ് ഭൂമിയായിട്ട് കൊടുക്കാം, ഇത് വിട്ടുകൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ച ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തൊക്കെ ആ ചർച്ച പിന്നെ അലസിപ്പോകുന്ന ഒരവസ്ഥ. കാരണം ഇത് പരസ്യമല്ല, രഹസ്യമായിട്ടുള്ള ധാരണകളാണ്. അത് യാതൊരു കാരണവുമില്ലാണ് ക്ലെയിം ചെയ്ത വസ്തു എവിടെ കൊടുത്ത് കോംപ്രമൈസ് ചെയ്താലും വീണ്ടും അത് ക്ലെയിം ആയിട്ട് കിടക്കുമെന്ന് BJP അവിടെ വ്യക്തത വരുത്തിയതുകൊണ്ടും അവിടുത്തെ പള്ളിയിലച്ചന്മാര് സാധാരണക്കാരനെ വ്യക്തത വരുത്തിയതുകൊണ്ടും ഇതിന്റെ മറവിൽ ഒരു ഭൂമി കച്ചവടം അല്ലെങ്കിൽ ഒരു 10-400 ഏക്കർ വളരെ പ്രൈം സൈറ്റിൽ ഈ കേരളത്തിൽ ഭൂമി വെക്കാൻ ആൾക്കാർക്ക് സ്ഥലമില്ലാത്ത സമയത്ത്, അതേതാണ്ട് 27 ലക്ഷം പേര് ഇപ്പൊ ഭൂമിയില്ലാതെ നിൽക്കുന്ന കേരളത്തിലാ. ഈ സമയത്ത് വഖഫിന്റെ കാര്യം കോംപ്രമൈസ് ചെയ്യാൻ, ഇല്ലാത്ത ഭൂമിക്ക് ക്ലെയിം ചെയ്ത് നിൽക്കുന്ന വഖഫിന് കോംപ്രമൈസ് ചെയ്താൽ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത് ശരിയാണെങ്കിൽ കോൺഗ്രസും ഇവിടുത്തെ CPM എല്ലാം കൂടെ തീരുമാനിക്കുന്നു. അത് കാസർഗോഡ് കണ്ടായിരുന്നു. അത് ഏറ്റവും നല്ല ഭൂമിയായിരുന്നു എന്നാ പറയുന്നത്. കാരണം ഏറ്റവും വലിയ വലിപ്പത്തിൽ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടി ഗവൺമെന്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഭൂമി ഇതിനു വേണ്ടി കൊടുക്കാം. പിന്നെ അത് മേടിച്ച് കക്ഷത്തിലോട്ട് വെച്ചിട്ട് വീണ്ടും വഖഫ് ട്രൈബ്യൂണലിൽ കിടക്കുന്ന ഭൂമി എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ ഇവർക്ക് ഒക്കത്തില്ലെന്നുള്ള നിയമം വെച്ചിട്ട് വീണ്ടും ഒരു SDPI-കാരനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചാൽ മതിയല്ലോ. അപ്പൊ ഈ ഭൂമിക്ക് വേണ്ടി ആദ്യം പരാതി പോകുന്ന SDPI-കാരനാ. VS-ന്റെ കാലത്ത് അറിയാമോ, ഈ ഭൂമി ചൂണ്ടിക്കാണിച്ചിട്ട് അന്നാണ് വളരെ പെട്ടെന്ന് കമ്മീഷനെ വെച്ചിട്ട് ഈ ഭൂമി വഖഫിനകത്ത് ഉൾപ്പെടുത്തിയത്. അപ്പൊ അന്ന് VS-ന്റെ കാലത്ത് ഒരു കമ്മീഷനെ വെച്ച് ഈ ഭൂമി വഖഫിനകത്ത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അന്ന് SDPI-കാരനാ. വീണ്ടും ഈ ഭൂമിക്ക് എന്തെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസ് വേണം എന്ന് പറയുമ്പോൾ ഇപ്പോഴും അതിന്റെ പുറകിൽ നിൽക്കുന്നത് ഈ SDPI-കാരും PFI-കാരുമാണ്. SDPI-കാരും PFI-കാരും ആണല്ലോ ഇപ്പോഴും ഇന്ത്യയിലുടനീളം കേരളത്തിൽ ഉടനീളം ഈ കാര്യത്തിനകത്ത് നിൽക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒരു ദുരൂഹതയുണ്ട്. ഗാസ കോളനി നിർമ്മിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഈ പറയുന്ന മുനമ്പത്തെ വസ്തു ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട്, അല്ലെങ്കിൽ അതിന്റെ പുറകിൽ ദുരൂഹതയുള്ള എന്ന് കണ്ട് NIA കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് വേണ്ടി മുനമ്പംകാർ തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഈ പറയുന്ന BJP നേതാവ് MD രമേശന്റെയോ അല്ലെങ്കിൽ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ ഒക്കെ സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇത് ഒരു ദുരൂഹത തന്നെയാണ്. അതിന്റെ പുറകിൽ ദുരൂഹതയുണ്ട്. അത് ആദ്യം തൊട്ടേ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അത് വ്യക്തത വരുത്തി പോകുന്നതിനും അല്ലെങ്കിൽ വെളിച്ചത്ത് വരുന്നതിനും ഒക്കെ ഉള്ള ഒരു സാധ്യതയാണ് ഇതിൽ ഈ പരാതിയിൽ കൂടി
മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ആ പരാതി കൃത്യമായിട്ട് അന്വേഷിച്ചാൽ അത് വെളിച്ചത്ത് വരുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.